ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മദ്രസ സ്കൂളും തുറന്നാൽ പിന്നെ പറയും വേണ്ടി വരില്ലല്ലേ രാവിലത്തെ കാര്യങ്ങളൊക്കെ. ഒട്ടും നേരം ഉണ്ടാവില്ല. കാരണം 7:30 മദ്രസ പോകണം. അത് കഴിഞ്ഞ് 10 മണിക്ക് സ്കൂൾക്കും പോകണമല്ലോ ചിഞ്ചുവിൻ്റെ ലഞ്ച് ബോക്സിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടോ. ഇന്ന് അവൾക്ക് തക്കാളി ചോറാട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളെ പച്ചരിയില്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ അരി വെച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കേണ്ടത്. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ല വഴറ്റി കൊടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കരിവേപ്പില, പിന്നെ തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചിങ്ങാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. തക്കാളി ഉള്ളിക്കൊന്ന് വെന്തിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഗരം മസാല ഉണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളകും പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എണ്ണ തെളിഞ്ഞതിന് ശേഷം അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം പോലെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യട്ടോ. ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ബോട്ടിലേക്ക് ആക്കുകേണ്ട ഓയിൽ. പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ കോഴിമുട്ട ചിക്കി പൊരിക്കാനും വേണ്ടിയിട്ട് കോഴിമുട്ട പൊരിച്ചെടുക്കണ്ട, ചിക്കി പൊരിച്ചെടുക്കണ്ട. ഞാൻ പൊതുവേ തലേ ദിവസം ചോദിക്കും എനിക്ക് എന്താ വേണ്ടിയെന്ന് അവളോട് ചോദിച്ചിട്ടേ പിന്നെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അഥവാ ചിഞ്ചിനോട് ചോദിക്കാൻ ഞാൻ ഉണ്ടാക്കിയാലാണെങ്കിലോ അവൾ അന്ന് കൊണ്ടും പോവില്ല കേട്ടോ. കോഴിമുട്ടിൻ്റെ കൂടെ പപ്പടം കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം നമ്മൾ ചെറിയ പീസുകളായിട്ടാണ് കഷ്ണം മുറിച്ചാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ വേഗം അലിഞ്ഞു പോകില്ല. നമ്മൾ ചിലപ്പോൾ പൊടിച്ചെങ്ങാണ്ട് കിട്ടാൻ ഭയങ്കര അലിച്ചിലാണ് വരിക. അപ്പോൾ ഇവൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ കൊടുക്കല്. അപ്പോൾ ഇതാകുമ്പോൾ അവൾ കഴിക്കും. ഉച്ചയ്ക്കുള്ള പപ്പടവും നമ്മൾ ഇപ്പം തന്നെ പൊരിച്ചെടുക്കണ്ട. എന്തായാലും ഒരു പണിയുണ്ട് കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ വിസിലൊക്കെ പോയി നമ്മൾ ചോറ് റെഡി ആയിക്കണ്ട. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാട്ടാ ഞാൻ തുറക്കുന്നത്. സാധാ മുളകുപൊടി രണ്ടാച്ചിട്ട് കാശ്മീർ മുളകുപൊടി ഇട്ടത്, പക്ഷെ അതാണ് കളർ കുറച്ച് കൂടുകയും ചെയ്തിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിഞ്ചിന് കൊണ്ടുപോകാനുള്ളതാ നമ്മൾ പപ്പട ബോട്ടിലാക്കുക കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനുള്ളത് അവൾ തന്നെ ഇരുന്ന് തിന്നാണ്. കാരണം മദ്രസ ഇട്ട് വന്നിട്ടുള്ളൂ, അതാ ഇരുന്ന് കഴിക്കണം. ഇതാണ് അവസ്ഥ. കാര്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ലാസ്റ്റിക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവില്ല, ആളിരുന്ന് കഴിക്കും. മദ്രസ വിട്ട് വന്നാലും അവള് നമ്മൾ രാവിലത്തെ കടികളൊന്നും കഴിക്കൂല കേട്ടോ. അപ്പം ഞാൻ ചോറ് വാരി കൊടുക്കലുണ്ട്. അതാവുമ്പോൾ പിന്നെ അവൾ കഴിച്ചോളും. അപ്പം നമ്മൾ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവൾക്ക് ടിഫിൻ ബോക്സൊക്കെ നിറച്ച് കൊടുക്കണ്ട. അവളിതാ ഇരുന്നിട്ട് ചോറ് കഴിക്കണ്ട. അവൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചോറ്. സ്നാക്സിന് ഞാൻ കേക്കാണ്ട കൊടുക്കണം, കേക്കും ബിസ്ക്കറ്റും ആട്ടാ കൊടുക്കേണ്ടത്. ഇതെന്താ എൻ്റെ രാവിലത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക.